ശോഭാ സുരേന്ദ്രൻ തുനിഞ്ഞിറങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇപിയുടെ കാര്യത്തിൽ ശോഭയ്ക്ക് വല്ലാത്തൊരു നിലപാടുണ്ട്. കാരണം പ്രകാശ് ജാവ്ദേക്കറൊക്കെ കണ്ടിട്ട് ഇപി പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നതാണ് പ്രകാശ് ജാവ്ദേക്കർ, ഞാൻ അറിഞ്ഞൊന്നുമില്ല, ഞാൻ ഇരുന്നപ്പോൾ വന്നതാണെന്നൊക്കെയാണ് ഇപി പറയുന്നത്. മാത്രമല്ല മകനെയും വിളിച്ചു സ്ഥാനാർത്ഥിയാകാൻ. കാരണം BJP-യിൽ വേറെ ആളെ കിട്ടാത്തത് കൊണ്ട് ഇപിയുടെ മകനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നേരത്തെ കട്ടൻ ചായയും പരിപ്പുവടയായിരുന്നു, ഇപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് ഇപിയുടെ പുതിയ പുസ്തകം. അപ്പൊ കള്ളന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോ പുതിയ നിലപാടുമായി രംഗത്തിറങ്ങുന്നത്. പൊതുവെ ഇപിക്ക് ശോഭാ സുരേന്ദ്രന് വല്ലാത്ത ഭയവും ഉണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഇതിന്റെ താഴെ അന്തം കമ്മികൾ വന്ന് വല്ലതൊക്കെ പറയുമായിരിക്കും. എങ്കിലും സത്യത്തിന്റെ മുഖം നമുക്ക് മൂടിക്കെട്ടാനൊന്നും പറ്റില്ലല്ലോ. ഇപിക്ക് ശോഭയെ പേടിയാണ്. ശോഭാ സുരേന്ദ്രൻ നിലപാടുമായി പോകുമ്പോൾ സാർ ഈ പുസ്തകത്തിന്റെ വായിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ മിനിങ്ങാന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും മൊത്തത്തിലൊരു അഭിപ്രായം എങ്ങനെയാ തോന്നുന്നത്? ഇപിയുടെ ഈ പണ്ട് DC ഇപിയെ ചതിച്ചു, അതുപോലെ എന്തെങ്കിലും ചതിയിൽപ്പെട്ടതാണോ ഇപി? വിരപ്പൻകോട് മുരളിയുടെ ഒരു ആത്മകഥയുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് വിരപ്പൻകോട് മുരളി അങ്ങ് ഒതുക്കി. അത് പരിപ്പുവട കട്ടൻ ചായ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ആത്മാർത്ഥതയുള്ള ഞാൻ സംഭാഷണം നടത്തിയിട്ടുണ്ട് തൊട്ടടുത്തിരുന്നതുപോലെ. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു നാടകകൃത്തെന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാരനും അദ്ദേഹം. സത്യസന്ധമായിട്ടേ പറയുകയുള്ളൂ. അങ്ങനെ സത്യം പറയുന്ന ആൾക്കാരെയൊക്കെ തമസ്കരിക്കുക. G. സുധാകരൻ അതുപോലെയാണ്, VS അതുപോലെയായിരുന്നു, PK ഗുരുദാസൻ അതുപോലെയായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രീതി ശാസ്ത്രമാണ് ഇപ്പോൾ CPM പിന്തുടർന്നു കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോൾ EP ജയരാജൻ്റെ കാര്യത്തിൽ ആണെങ്കിൽ ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കള്ളമേ പറയൂ എന്ന് വ്രതമെടുത്തിരിക്കുന്ന ആൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും അത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഒരിടത്ത് അദ്ദേഹം സത്യം പറഞ്ഞു. ആ സത്യം പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ സർവേശ്വരനായ വ്യക്തിക്കെതിരെ ചൂണ്ടപ്പെട്ട വിരലാണ്. അത് മറ്റൊന്നുമല്ല, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് തനിക്ക് ഏറെ വിഷമമുണ്ടാക്കിയ കാര്യം. കാരണം CPM-ലെ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ്. അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു, നമ്പർ 2 ആയിരുന്നു ക്യാബിനറ്റിൽ എന്ന് നമുക്കറിയാം. പക്ഷെ കറിവേപ്പില പോലെ തെറിപ്പിച്ചതങ്ങനെ വ്യവസായ വകുപ്പിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ നിയമിച്ചത് ഇദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് CPI-യുടെ വിമർശനമാണ്. അങ്ങനെയാണ് അത് തെറിപ്പിക്കപ്പെട്ടത്. അതുപോലാണ് വൈദേഹി റിസോർട്ടിന്റെ കാര്യത്തിൽ അദ്ദേഹം പരിപ്പുവടയിൽ നിന്ന് പരിണമിച്ച് ശരിയായിട്ടുള്ള ഇപ്പോഴത്തെ ആ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറി. സ്വന്തമായിട്ടൊരു റിസോർട്ട്, വൈദേഹം. അപ്പോൾ അതിൻ്റെ സോഴ്സിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായി LDF യോഗത്തിൽ. P. ജയരാജനാണ് അത് ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നത് പോലെ ഇതുപോലെ റിസോർട്ടുകളെ ചുമക്കുന്നത് ശരിയാണോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം വലിയ ഒരു ചാട്ടുളിയായിട്ട് പാർട്ടിക്കകത്ത് വന്നു. ചെറിയൊരു പരാമർശം P. ജയരാജൻ ചെയ്ത് ചെറിയൊരു പരാമർശം പാർട്ടി അത് വലുതായിട്ടെടുക്കുകയും അതിനെക്കുറിച്ചുള്ള അതിന്റെ തീവ്രതയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയും. അതായത് പാർട്ടിക്ക് ഇപിയെ ഒതുക്കണം. അതെ, അതിന് വേണ്ടിയിട്ടാണ്. അതെ, അത് പാർട്ടിക്കല്ല, പിണറായി വിജയൻ ഒതുക്കണം. അദ്ദേഹം ഒതുക്കാൻ ആഗ്രഹിച്ച 2 പേരിൽ ഒരാളാണ് EP. ഒതുക്കുന്നത് വ്യക്തമായിട്ട് അദ്ദേഹം ഒതുക്കുകയും ചെയ്തു. CPI-യെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒതുക്കി. മുൻ ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് മഗ്സസെ അവാർഡ് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞതിന് പിന്നിൽ, അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാമെങ്കിൽ പിന്നെ മഗ്സസെ അവാർഡ് വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമായിരിക്കുന്നത്? ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് വാങ്ങിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മഗ്സസെ അവാർഡ് ഇവർക്ക് വാങ്ങിച്ചുകൂടാ? വെറുതെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരാളാവണ്ട എന്നൊരു തീരുമാനത്തിൻ്റെ പേരിലാണ് ഈ ഒന്നും അറിയാത്ത വീണ ജോർജിനെ വെച്ചുകൊണ്ട് കേരളത്തെ നമ്പർ 1 ആക്കി മാറ്റുന്നത്. കേരളത്തെ അതെ ലോകത്തെങ്ങുമില്ലാത്ത അസുഖങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മരുന്നിന് ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ശുചിയില്ലായ്മ കൊണ്ടുണ്ടാവുന്ന ഒരു സ്റ്റാഗ്നന്റ് വാട്ടർ എന്നാണ് അതിൻ്റെ ബ്രീഡിങ് നടക്കുന്നത്. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ അഴുക്കുവെള്ളത്തിൽ നടക്കുന്ന ഒരു പ്രകൃതിയാണ് അവരുടെ
ബ്രീഡിംഗ് എന്ന് പറയും. സാർ പിന്നെ വേറൊരു കാര്യമുണ്ട്. ശൈലജ ടീച്ചർ പിന്നെ പിണറായി അങ്ങനെ പൊഴുത്തിയിട്ടൊന്നുമില്ല. മറ്റേത് ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ഈ കപ്പൽ ആടി ഉളിയുകയില്ല സാർ എന്നൊക്കെ പറഞ്ഞപ്പോ പിണറായി വിചാരിച്ചു ഇതിലും വലിയ പൊഴുത്തൽ ഞാൻ ജീവിതത്തിൽ കേട്ടത്. വഴിമാറി പോവുകയാണെങ്കിൽ ശൈലജ ടീച്ചർ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മന്ത്രിയാണ്. അഴിമതി ആരോപണമൊക്കെ ഉണ്ട്, അതിന്റെ സത്യസന്ധത എനിക്കറിയില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയാത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ കാര്യങ്ങൾ പഠിച്ച്, എനിക്ക് അനുഭവമുള്ളതാണ്, കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. പൊള്ളയായിട്ടുള്ള വാക്കുകളല്ല വീണ ജോർജിനെ പോലെ അവർ ഉന്നയിക്കുന്നത്, കാമ്പുള്ള വാക്കുകളായിരുന്നു എന്നുള്ള സത്യം എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ പറയുന്നു, അത്രമാത്രം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ പി ജയരാജനെ പാർട്ടി ഒതുക്കി നമ്പർ 2 സ്ഥാനമുള്ള ആളിനെ ഒന്നുമല്ലാതാക്കി അദ്ദേഹത്തെ വിഷമിപ്പിച്ച ഒരു സന്ദർഭത്തിൽ നിരാശനായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ നിന്നും പോകും എന്ന് അദ്ദേഹത്തെ അറിയുന്ന പത്രക്കാരൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. വളരെ നിരാശനും പല യോഗങ്ങളിലും നിന്ന് അദ്ദേഹം മാറി നിന്നു എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ രക്തസൂര്യൻ നയിച്ച ഒരു യാത്രയിൽ പങ്കെടുക്കാതെയും അദ്ദേഹം മാറി നിന്നു. ആ മാറി നിന്ന സമയത്താണ് നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ ശോഭാ സുരേന്ദ്രനെ കാണുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്, അല്ലെ? ശോഭാ സുരേന്ദ്രനെ കാണുന്നത്, പ്രകാശ് ജാവ്ദേക്കറേയും പോയി, പ്രകാശ് ജാവ്ദേക്കർ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുക, പോയി കണ്ടത് ശോഭാ സുരേന്ദ്രനെ. ശോഭാ സുരേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ്? ഏതോ BJP-ക്കാരെയും ചാണകം സംഘികളെന്ന് പറഞ്ഞ് വെറുക്കുകയും അവരുടെ സാന്നിധ്യം പോലും ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് EP ജയരാജൻ. അദ്ദേഹം പെട്ടെന്ന് മനസ്സു മാറി എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ കണ്ടു? അതിനു മുമ്പ് അങ്ങനൊരു ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പോട്ടെ, ശോഭാ സുരേന്ദ്രനെ വിട്ടേക്കൂ, അതിനേക്കാൾ എത്ര ആദരണീയരായ നേതാക്കളുണ്ടായിരുന്നു. രാജഗോപാലിനെ പോലെ ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുണ്ടോ? കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെയൊക്കെ ചാണകം എന്ന് പറഞ്ഞല്ലേ ഇവരെ അവഗണിച്ചിരുന്നത്? അങ്ങനെയായിരുന്നില്ലേ പാരമ്പര്യം? അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ പോയി കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സൗഹൃദം പുതുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പഠിച്ചവർ, ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അവര്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അതെ, ഇങ്ങനെ കാഷ്വലായിട്ട് സന്ദർശിച്ച് നമുക്ക് രാഷ്ട്രീയക്കാരാകുമ്പോൾ നിങ്ങൾ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ അല്ല BJP-യെ കാണുന്നത്. ഉന്മൂലനാശനം ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗം ആൾക്കാരായിട്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാര്യസാധ്യത്തിന് പോയി കേന്ദ്രത്തിൽ പോയി നിങ്ങൾ ഓരോന്നും നടപ്പാക്കുന്നൊന്നുമല്ല, അല്ലാതെ നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വരുന്നവരെ നിങ്ങൾക്ക് ഈ ചാണകത്തിനെ അനുസരിക്കേണ്ടി വരുന്നു. അത് നിങ്ങളുടെ ഗതികേടാണ്, അല്ലാതെ പോവില്ല. സോമനസാലെ ആരും പോവില്ല. അപ്പം ഇദ്ദേഹം പോയത് കോൺഗ്രസിലേക്ക് തീരെ പോകാൻ വയ്യ. അതുകൊണ്ട് വളർന്നു വരുന്ന ഭാവിയുള്ള പാർട്ടി BJP-യാണ്. അങ്ങോട്ടൊന്ന് പോയാലോ എന്നുള്ളൊരു ചിന്താക്കുഴപ്പം അദ്ദേഹത്തിന് വന്നു എന്നുള്ളത് 100% ശരിയാണ്. ഇത് ഡെൻമാർക്കിലെ ഹാംലെറ്റ് രാജകുമാരൻ ചോദിച്ചതുപോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്നൊരു ഘട്ടം. വേണോ വേണ്ടേ, അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്ന് EP ജയരാജൻ ആശയക്കുഴപ്പത്തിലും ചിന്താക്കുഴപ്പത്തിലുമായ സന്ദർഭം. അദ്ദേഹത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. മനുഷ്യ മനസ്സുകളിൽ ഇങ്ങനെയുള്ള ചാഞ്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയം കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സത്യങ്ങളല്ല, പരമസത്യങ്ങളാണ്. മനസ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ചാഞ്ചാട്ടങ്ങളാണ്. അല്ല, സ്വാഭാവികമായി EP-യെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിൽ തനിക്ക് കറിവേപ്പിലയാണ് താൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി തന്നെ സ്വീകരിക്കാൻ തയ്യാറായാൽ തനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ഒരു സ്ഥാനം തനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും പോകാമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് പിന്നീട് പാർട്ടി ഇടപെട്ട് അതിൽ തിരുത്തലുകൾ വരുത്തുമ്പോൾ ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല, അവരെന്നെ വിളിച്ചതാണ് എന്നൊക്കെ പറയുന്നിടത്താണ്, അല്ലേ? അങ്ങനെയല്ലേ? സ്വാമി എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് നിയമസഭയിൽ പറയുന്ന പോലുള്ള ഒരു സംഭവമാണ്. ഒരു സംശയമില്ലാതെ ശുദ്ധമല്ല. കൈകൾ ശുദ്ധമാകും എപ്പോഴും നമ്മൾ സാനിറ്റൈസർ ഇട്ട് കഴിയുമ്പോൾ. പക്ഷെ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ നിങ്ങളെ വേട്ടയാടുക തന്നെ. മേയർ ഓഫ് കാസ്ട്രബ്രിഡ്ജിനെ പോലെ ആ നോവലിലെ മേയർ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികൾ വേട്ടയാടുന്നു, അതുപോലെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും. കൈകൾ ശുദ്ധമായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങളും കൊണ്ടുവന്നിട്ട് കഴുകിയാലും ആ ചെയ്തതിൻ്റെ ആ നാറ്റം മാറുകയില്ല. ചെയ്ത പാപത്തിൻ്റെ കളങ്കത്തിൻ്റെ രക്തക്കറ മാറ്റാൻ കഴിയുകയില്ലെന്നുള്ള സത്യം കൂടി അവശേഷിപ്പിക്കുന്നുണ്ട്. നമ്മൾ EP ജയരാജനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ EP ജയരാജനെ പിണറായി വിജയൻ അന്ന് ഒതുക്കിയതിൻ്റെ കഥയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം അത് പകൽ പോലെ വ്യക്തമാണ്. ആ സമയത്ത് BJP-യിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ പ്രകാശ് ജാവ്ദേക്കറുടെ കാര്യം.
പ്രകാശ് ജാവ്ദേക്കർ അത്ര പൊട്ടനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രനിൽ നിന്നൊരു ഫീലർ കിട്ടിയിട്ടായിരിക്കും അദ്ദേഹം EP ജയരാജനെ കണ്ടത്. എന്തുകൊണ്ട് പിണറായി വിജയനെ കണ്ടില്ല? അതിനും കൂടിയ നേതാവാണല്ലോ. അല്ലെങ്കിൽ P ജയരാജനെ കണ്ടില്ല? വേറെ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഉണ്ട്, അവരെയും കണ്ടില്ല. ഇത് കണ്ടതിൻ്റെ പിന്നിൽ ഒരർത്ഥമുണ്ട്, അതിൻ്റെ പിന്നിലൊരു യാദൃച്ഛികമല്ലാതെ അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ള കാര്യം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേ പറ്റൂ. നേരത്തെ ഉള്ളത് കട്ടൻ ചായയും പരിപ്പടയും, നല്ല സർഗാത്മകമായിട്ടുള്ള ഒരു ടൈറ്റിലൊക്കെ ആയിട്ട് പുസ്തകം ഇറങ്ങി. അതിൻ്റെ പിന്നിൽ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട്. DC ബുക്സ് ഇത് കയ്യേറാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ, ഹീനമായ ശ്രമത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ മകൻ DC ആണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. DC കിഴക്കേ മുറി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ പഠനം, അതുപോലെ തന്നെ സത്യസന്ധനുമായിട്ട വ്യക്തി. ഞാൻ ഇവിടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, അത് കൊടുത്തിട്ടുള്ളതാണ്. ആ പുസ്തകത്തിന് കൃത്യമായ പ്രതിഫലം കൃത്യമായിട്ട് തരുന്ന വേറൊരു സ്ഥാപനവുമില്ല. അത്ര സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് DC കിഴക്കേ മുറി. ഇപ്പം മകൻ വന്നപ്പോൾ ആകെ മാറി. വിദേശത്തു നിന്നുള്ള പുസ്തകങ്ങൾ പരിഭാഷ ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു സംഖ്യ കൊടുക്കണം റോയൽറ്റി ആയിട്ട്. അത് കൃത്യമായി പാലിച്ച് DC കിഴക്കേ മുറി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെയാണോ? ധന്യം ഒന്ന് അന്വേഷിച്ച് നോക്കാം, അങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? പുസ്തകങ്ങൾ എടുത്തു വെച്ച് ചുമ്മാതങ്ങ് പരിഭാഷപ്പെടുത്തുകയാണ് പരിപാടി, ഒരു റോയൽറ്റിയും കൊടുക്കാതെ. ലാഭക്കൊതിമൂത്ത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പരിപ്പുവടയോട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രവി DC എന്ന് പറയുന്ന മകന് ഒരു താല്പര്യം വന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറയുന്നില്ല, പകരം എന്താ പറയുന്നത്, ഇതുപോലൊരു ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ട് അങ്ങ് തീർക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതാണ് ഒഴിഞ്ഞുമാറ്റം. ഈ ഒഴിഞ്ഞുമാറ്റം നടത്തുന്നവരെല്ലാം കള്ളം ഒളിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ അലമാരയിൽ അസ്ഥികൂടങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു.